വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബൂസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കില്ലർ ബി നാഗേഷ് ഗെയിമിൻ്റെ പാർട്ട് എന്തായാലും കൊണ്ടുവരുന്നത്. നമ്മളെന്തായാലും കൊണ്ടുവരുന്നുണ്ട്. സ്റ്റോറി ലെവൽസ് 2 ആണ്. ഇനി വേണമെങ്കിൽ നമ്മൾ മെഗാ ലെവൽസ് ഇറക്കുന്നതായിരിക്കും. ഒന്ന് കമൻറ്റ് ഇടുക, എന്തായാലും ഉടനെ വരുന്നതായിരിക്കും മിക്കവാറും. അപ്പോൾ നമുക്കെന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ നമ്മളെന്തായാലും നേരെ വന്നിട്ടുണ്ട്. സ്റ്റോറി ലെവൽസിന് ഓൾറെഡി കളിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്റ്റോറി ലെവൽസ് വെച്ചിട്ടുള്ളത്. നമ്മളെന്തായാലും സ്റ്റോറി ലെവൽസ് 2 കളിക്കാം. 2 എടുത്തു. ഞാൻ ബെസ്റ്റ് സ്കോർ 42 ആണ്. ബെസ്റ്റ് ടൈം 5.31 ആണ്. നമുക്കിതിൽ ഹൈ ആക്കാൻ പറ്റുമോ നമുക്ക് എന്തായാലും നോക്കാം. മാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മളിപ്പോൾ ഇഷ്ടംപോലെ പുതിയ ബുള്ളറ്റ്സ് ഉണ്ടെങ്കിൽ മുമ്പ് ഫസ്റ്റ് കാണുന്ന 2 ബുള്ളറ്റ് മാത്രം ഉണ്ടായിരുന്നു. അതും സെക്കൻഡ് ബുള്ളറ്റ് 15 മാത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും റീലോഡ് ചെയ്യേണ്ടി വരും. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഫുൾ അൺലിമിറ്റഡ് ആയിട്ട് ലേസർ ബോംബ് പല രീതിയിലുള്ള ഞാൻ ഓരോന്നും കാണിച്ചു തരാം. നമ്മൾ നേരെ കളിയിലോട്ട് പോവാം. The next warehouse is down the block. Maybe they'll put up more of a fight that the last bench. കില്ലറിന് എന്തായാലും ഒരു ഡയലോഗ് അടിച്ചിട്ടാണ് പോയി നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മൾ അനങ്ങിയിട്ടില്ല. നമ്മൾ വലിയ ക്യാമറ എടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബോംബ്. പിന്നെ വിട്ടുകൊടുത്ത ഒന്നും പറയുന്നുണ്ട്. ഇതാണ് മെഗാ ബോംബ്. മോളി വീട്ടിൽ ആളുകൾ പോവും. ഇത് ലേസർ. ഈ ലേസർ സ്പാർക്ക് പോകുന്നിടത്തെല്ലാം ആൾ ഡെഡ് ആയിരിക്കും. ഇതാണ് റോക്കറ്റ് ലോഞ്ചർ. നല്ല രീതിയിൽ ഇതിനൊക്കെ പവർ ഉണ്ട്. ഇതാണ് ഫയർ സ്മോക്കർ. ഇത് ഇലക്ട്രിക് ഷൂട്ടറാണ്. ഇത് നോർമൽ അത്ര പവറില്ല. ഇത് നോർമൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബുള്ളറ്റ്. ഇതും കുഴപ്പമില്ല. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മുമ്പ് ഇവിടെ ഇത് നമ്മൾ നല്ല രീതിയിൽ പവറൊന്നുമില്ല. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം ഇതും ലേസറുമാണ്. ഓരോ കളിയിലോട്ട് പോവാം. നമുക്ക് വളരെ ഈസി. ഇതിപ്പോൾ ഈ ഇത്രയും ബുള്ളറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് ഒരിക്കലും മെഗാ ലെവൽസ് കടക്കാൻ ഒന്നിനും സാധിക്കത്തില്ല. ഇതെനിക്ക് അറിയില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ചിലയിടത്ത് വേക്കില്ല, പക്ഷെ മിക്കയിടത്തും ഇത് ഉപയോഗപ്പെടുന്നുണ്ട്. കാരണം എത്ര വലിയ ആളാണെങ്കിലും ഒറ്റ അടിക്ക് ഈ ലേസറിൻ്റെ പവർ കൊണ്ട് ഡെഡായി പോവും. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവരേലും പെട്ടെന്ന് ഡെഡാവും. നമ്മൾ ഒരാളെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് സ്പാർക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നു. അതുകൊണ്ട് നമ്മളെ ലൈഫ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 100 ആയിരുന്നു, ഇപ്പോൾ നമ്മൾ 200 ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പലവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഇവിടെ നിൽക്കുന്ന 2 പേര് തോന്നിയിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് മാത്രം നമ്മൾ നേരത്തെ ഡബിൾ ജമ്പ് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ട്രിപ്പിൾ ജമ്പ് കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നെറ്റ് റീചാർജ് ചെയ്ത് എടുക്കുന്ന സംഭവങ്ങളാണ്. കുറച്ച് മെനക്കെട്ടിരുന്ന് പണിയണം ഇതൊക്കെ ബുള്ളറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ. കേസ് നമ്മൾ കളി കഴിഞ്ഞ് കില്ലടിച്ചിട്ടുണ്ട്. നമ്മൾ മെയിനാണ് നേരത്തെ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ലെവൽ ടൈം വെറും നേരത്തെ 5.7 ഇപ്പോൾ വെറും 2.27 മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് സ്റ്റാർ കൊണ്ട് നോക്കാം. സിവില് നമ്മൾ നേരത്തെ തന്നെ കുറച്ചുകൂടെ കംബാക്ക് അടിച്ചെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു ലെവലിലൂടെ കളിച്ച് നമുക്ക് നിർത്താം. ഇവിടെ സ്റ്റോറി ലെവൽ 3 ഇതൊക്കെ ഇത്രയാണ് നമ്മുടെ ബുള്ളറ്റ്സ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ലൈഫ്. ഫസ്റ്റ് 150 ആയിരുന്നു, ഇപ്പം ഞാൻ 200 ആക്കിയതാണ്. നമുക്കപ്പോൾ നേരെ ഗെയിമിലോട്ട് പോവാം. നമ്മൾ ലൈഫ് കുറേ ചാൻസ് ആണ്. ഇത് പിന്നെ അൺലിമിറ്റഡ് ആക്കിയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല.
ഈ ടാങ്കിൻ്റെ ലെവലുണ്ട്. ഇത് മെഗാ ലെവൽസിലാണെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു ടാങ്കുമായിട്ടുള്ള ഫൈറ്റ് തുടങ്ങി വരുന്നതായിരിക്കും. അതായത് റിസ്ക് പിടിച്ച കളി. ഇപ്പുറത്ത് ഇങ്ങനെ പറ്റുന്നവരെ കിട്ടണം. ഈ സമയത്തിനോട് കയറാൻ സാധിക്കുന്നില്ല. ഒന്നതിനോട് കയറിയിരിക്കുന്നത്. അവിടെ കയറാൻ സാധിക്കുന്നില്ല. ലൈഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ലൈഫ് എടുക്കണം. നമുക്ക് ആവശ്യമില്ല. പിന്നെ എടുക്കുന്ന കൂടെ വരുന്നേ ഉള്ളൂ. അതൊന്നും ആവശ്യമില്ല. ഓക്കെ, അവിടെ ബോംബിടാം. ഈ ബോംബിട്ട് കയറിപ്പോൾ പ്രത്യേക ഫീലാണ്. ഇഷ്ടം പോലെ ഈ അവസാന ആളെ നമ്മൾ അടിച്ച് നമ്മൾ എമൗണ്ടൊക്കെ ഇട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഈസി ലെവൽസും ഹാർഡ് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ ഹാർഡ് ലെവൽസ് ഒന്നുകൂടെ ഇറക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ ഈസി ലെവൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിലൂടെ എനിക്ക് നമ്മൾ ബെസ്റ്റ് ടൈം കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതിലൂടെ പറയുമ്പോൾ ബെസ്റ്റ് സ്കോർ 29 ആക്കിയിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന അത്ര കുറയ്ക്കാനാണ് നോക്കാനുള്ളത്. ബെസ്റ്റ് ടൈമും അതുപോലെ തന്നെയാണ്. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്.